ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയൊരു സ്നാക്ക് തയ്യാറാക്കിയാലോ. അതും പച്ച പപ്പായ കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കായിരിക്കും ഇത് തീർച്ചയാണ്. കാരണം പൈസ കൊടുത്തുകൊണ്ട് ലേസും കുർക്കുറയും റിങ്സും ഒക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെയുള്ള ഓരോ സ്നാക്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുത്താൽ അതായിരിക്കും കുട്ടികൾക്ക് ആരോഗ്യത്തിനും നല്ലത്, കാശിനും ലാഭം അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള പപ്പായ ഫ്രൈ തയ്യാറാക്കി നോക്കാം. മഴയത്ത് കുറിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു മീഡിയം സൈസ് പപ്പായ ഞാൻ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതേ വലിപ്പത്തിൽ കിട്ടണം. പിന്നെ വേണ്ടത് അരക്കപ്പ് അരിപ്പൊടി, 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 1 സ്പൂൺ നല്ല ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഒറിഗാനോ, ഉപ്പ്, പൊരിക്കാൻ ആവശ്യത്തിന് എണ്ണ, ഓയിൽ ഏതായാലും എടുക്കാം, വെളിച്ചെണ്ണ വേണ്ട. ഇതിൽ സ്പൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് എന്താണോ അതിനനുസരിച്ച് എടുക്കാം. പാപ്രിക്ക പൗഡർ ചേർക്കാം, ചാട്ട് മസാല ചേർക്കാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി പപ്പായയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ വെക്കുക. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പപ്പായ അവിടെ ഉപ്പ് തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ക്യുമിൻ സീഡിൻ്റെ പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡർ ചേർക്കാം. എൻ്റെ കയ്യിൽ പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ പപ്പായയിൽ ഉപ്പ് തേച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇതൊക്കെ താന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർക്കാം. ഇത് ചേർക്കുന്നതിന് മുമ്പ് ഇതിൽ പപ്പായയിൽ താനെ വെള്ളം ഇറങ്ങി വരും. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ലോണം പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ പപ്പായയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പപ്പായ കൊണ്ട് മുമ്പ് ഞാൻ നല്ലൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പപ്പായയുടെ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ട് പച്ച പപ്പായ കൊണ്ട്. അത് കാണാത്തവർ കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എനിക്ക് ഒരുപാട് ആളുകൾ കമൻറ്റ് തന്നത് പപ്പായ കറിക്കും പപ്പായ ജ്യൂസിനും ആയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ആയ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയിൽ നിന്നെല്ലാം കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം.
ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മൈദയും അരിപ്പൊടി, കോൺഫ്ലോർ, ഇതിലുള്ള സ്പൈസസ് എല്ലാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പപ്പായയിലെല്ലാം ഉപ്പിട്ടതാണ്, അതുകൊണ്ട് നോക്കി വേണം ഉപ്പിടാൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പായയിൽ നിന്ന് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായി എല്ലാം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് ഇതിലുള്ള പൊടികളൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് ഇങ്ങനെ തട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ പപ്പായയിലെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇതിലേക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ പപ്പായയുടെ അളവിനനുസരിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ സ്പൈസസിൻ്റെ എല്ലാം അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇതിലേക്ക് ആവശ്യം, ഞാൻ എടുത്തു വെച്ച മൊത്തം ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ അവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പപ്പായ കൂട്ട് ഇട്ട് പൊരിച്ച് കൊടുക്കാം. സിമ്മിലാക്കി വേണം പൊരിച്ചെടുക്കാൻ. ഇനി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇത് വറുത്ത് കോരാം. എന്നതിന് ശേഷം വറുത്ത് കോരാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പപ്പായ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയേയില്ല. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്രിസ്പിയാണെന്നുള്ളത്. ഇനി ബാക്കിയുള്ളത് കൂടെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ അവസാനത്തെ ബാച്ച് ഞാൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി സെർവ് ചെയ്ത് കാണിക്കാം. ഓയിലൊന്നും അധികം ആയിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള എല്ലാം പൊരിച്ചെടുത്തിട്ടും ഇത്രയും ബാക്കിയാണ്. അപ്പോൾ ഓയിലൊന്നും ഒരുപാട് കുടിക്കുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. നല്ല ടേസ്റ്റിയാണ്. പപ്പായ കൊണ്ടുണ്ടാക്കിയതാണെന്ന് ആരും പറയേയില്ല. അങ്ങനെ അടിപൊളി ക്രിസ്പി പപ്പായ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. ആരും പറയില്ല ഇത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. നല്ല മഴയത്ത് നല്ല കട്ടൻ ചായയും ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കും മാത്രം മതി. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.